slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. ഇതാണ് K-52 അലിഗേറ്റർ. ഇത് റഷ്യൻ എയർഫോഴ്സിന്റെ ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററാണ്. വെറും ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ അല്ല, ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും ശക്തനായ, ഏറ്റവും കരുത്തുറ്റം, ദ മോസ്റ്റ് പവർഫുൾ അറ്റാക്ക് ഹെലികോപ്റ്ററാണ് K-52 അലിഗേറ്റർ. അപ്പോൾ മോസ്റ്റ് പവർഫുൾ അറ്റാക്ക് ഹെലികോപ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. അതായത് അറ്റാക്ക് ഹെലികോപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു രൂപമുണ്ട്, ഒരു ചിത്രം. അതായത് AH-64 അപ്പാച്ചയുടെ ചിത്രം. ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ അറ്റാക്ക് ഹെലികോപ്റ്റർ, അല്ലെങ്കിൽ അറ്റാക്ക് ഹെലികോപ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തെ ലോകപ്രശസ്തമാക്കി മാറ്റിയ ഹെലികോപ്റ്ററാണ് അപ്പാച്ചെ. അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം നിസ്സാരമാണ്. K-52 അലിഗേറ്റർ അപ്പാച്ചയേക്കാൾ കരുത്തുള്ള ഒരു ഹെലികോപ്റ്ററാണോ, അപ്പാച്ചയേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെലികോപ്റ്ററാണോ? ഇതാണ് ചോദ്യം. അപ്പോൾ ഇതിനുള്ള എൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ അതെ എന്നാണ്. തീർച്ചയായും ഞാൻ മനസ്സിലാക്കിയിടത്തോളം K-52 അപ്പാച്ചയേക്കാൾ പവർഫുൾ ആണ്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ വിശദമാക്കി തരാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ചാനൽ ഞാൻ തുടങ്ങാനുള്ള കാര്യം തന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള മലയാളികളുമായി എനിക്ക് സംവദിക്കാൻ ഒരു വേദി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് തമ്മിൽ സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ സയൻറ്റിഫിക് മലയാളി എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനലിൻ്റെ ഭാഗമായിരിക്കുന്ന എല്ലാവരും തന്നെ പരസ്പരം ഈ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉപയോഗിച്ച് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ സംബന്ധിക്കുന്ന നിങ്ങളുടെ എല്ലാത്തരം അഭിപ്രായങ്ങളും എന്നോട് പങ്കുവയ്ക്കണം. അതായത് വീഡിയോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ പങ്കുവയ്ക്കുക. എന്നെ കഴിയാവുന്നത് ഞാനിതെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കേൾക്കുകയും അതിന് ഉത്തരം തരികയും അത് നമ്മുടെ വീഡിയോകൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ സയൻറ്റിഫിക് മലയാളി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന, നിങ്ങളെപ്പോലെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും നമ്മുടെ ഈ ചാനലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അറ്റാക്ക് ഹെലികോപ്റ്റർ, ഈ അറ്റാക്ക് ഹെലികോപ്റ്റർ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ്. അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ഹെലികോപ്റ്റർ എന്ന് പറയുന്ന ഈ ആകാശവാഹനം ഒരു യുദ്ധോപകരണം ആയി ഉപയോഗിക്കാൻ പറ്റുമെന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അതായത് 1950 ശേഷമാണ് ഈ ട്രെൻഡ് തുടങ്ങുന്നത്. അപ്പോൾ ഈ അറ്റാക്ക് ഹെലികോപ്റ്റർ എന്ന് പറയുന്ന സംഭവത്തിന്റെ ഡെവലപ്മെന്റിന് നമ്മൾ അമേരിക്കൻ സൈഡിൽ നിന്ന് നോക്കിക്കാണുകയാണെങ്കിൽ നമുക്കതിൽ ഈ വിയറ്റ്നാം വാറിന്റെ വലിയൊരു ഇൻവോൾവ്മെന്റ് കാണാൻ സാധിക്കും. അതായത് വിയറ്റ്നാം വാറിൽ അമേരിക്ക ഈ എയർ ടു ഗ്രൗണ്ട് അറ്റാക്ക് എന്ന് പറയുന്ന പരിപാടി നടത്താൻ വേണ്ടി വളരെയധികം വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യം മഴക്കാടുകളാൽ മൂടപ്പെട്ട ഒരു ഭൂപ്രദേശമാണ്. ഈ കാടുകളിലെ മറ പറ്റിയിരുന്നുകൊണ്ടാണ് വിയറ്റ്നാമി ഗറില്ലകൾ അമേരിക്കയ്ക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ ഗറില്ലകളെ തുരത്താൻ വേണ്ടി അമേരിക്കക്കാർ പല വിമാനങ്ങളും എയർ ടു ഗ്രൗണ്ട് അറ്റാക്ക് നടത്താൻ വേണ്ടി പല വിമാനങ്ങൾ ഉപയോഗിച്ചു. അതായത് സ്കൈ റൈഡർ, ക്രൂസൈഡർ തുടങ്ങിയ ഒരു വിമാനങ്ങളുടെ നീണ്ട നിര തന്നെ അമേരിക്ക ഈ എയർ ടു ഗ്രൗണ്ട് അറ്റാക്ക് നടത്താൻ ഉപയോഗിച്ചു. അവയെല്ലാം ഏതാണ്ട് പരാജയപ്പെടുകയും ചെയ്തു. കാരണം വിമാനങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ താഴ്ന്നു പറക്കാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ഒരു പരിധിയിൽ കുറഞ്ഞ സ്പീഡിലും പറക്കാൻ പറ്റത്തില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ എയർ ടു ഗ്രൗണ്ട് അറ്റാക്ക് വിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തുക അത്ര എളുപ്പമായിരുന്നില്ല. അതിനെ തുടർന്ന് നടന്ന അന്വേഷണങ്ങളാണ് ഈ അറ്റാക്ക് ഹെലികോപ്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് അമേരിക്ക ചെന്നെത്തുന്നത്. അപ്പം അമേരിക്കയിൽ അറ്റാക്ക് ഹെലികോപ്റ്ററിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ 1960 ഈ ബെൽ ഹെലികോപ്റ്ററിലാണ്. ബെൽ ഹെലികോപ്റ്ററിന്റെ UH-1 ഹുയി ഹെലികോപ്റ്ററുകളാണ്. അപ്പോൾ UH-1 ഹുയി എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം വാറിന്റെ ഒരു പ്രതീകമാണ്. അപ്പോൾ H-1 ഹുയി എന്ന് പറഞ്ഞാൽ ഇതൊരു അറ്റാക്ക് ഹെലികോപ്റ്റർ അല്ല, ഇതൊരു മൾട്ടിപർപ്പസ് ഹെലികോപ്റ്ററാണ്. പല ഉപയോഗങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ഹെലികോപ്റ്ററാണ്. അതിനൊരു ഗൺഷിപ്പായിട്ട് പിന്നെ മാറ്റിയെടുക്കുകയായിരുന്നു. പിന്നെ ഇത് വിയറ്റ്നാം വാറിന്റെ മുഖമുദ്രയായി മാറി. അതായത് വിയറ്റ്നാം വാർ അറിയപ്പെടുന്നത് തന്നെ ദ വാർ ഓഫ് ഹെലികോപ്റ്റേഴ്സ് എന്നാണ്, ഹെലികോപ്റ്ററുകളുടെ യുദ്ധം. അതായത് 7000-ലധികം ഹുയി ഹെലികോപ്റ്ററുകളാണ് അമേരിക്ക ഈ വിയറ്റ്നാം വാറിന്റെ ഭാഗമായിട്ട് വിയറ്റ്നാമിലേക്ക് ഡിപ്ലോയ് ചെയ്തത്. പിന്നീട് 67 ആയപ്പോഴത്തേന് അമേരിക്കയുടെ ആദ്യത്തെ ഫുൾ ബ്ലോൺ അറ്റാക്ക് ഹെലികോപ്റ്റർ, അതായത് ബെൽ AH-1 കോബ്ര അത് നിലവിൽ വന്നു. പിന്നെ കോബ്രയുടെ പല വേരിയന്റുകൾ വരുന്നുണ്ട്. അതിനുശേഷം ഏതാണ്ട് 70 കഴിഞ്ഞതോടുകൂടി ലോകത്തിലെ ഏറ്റവും വിഖ്യാതമായ അറ്റാക്ക് ഹെലികോപ്റ്റർ AH-64 അപ്പാച്ചെ ജന്മമെടുത്തു. അപ്പോൾ ഇതാണ് അമേരിക്കയിലെ കഥ. അപ്പോൾ ഞാൻ ഈ അറ്റാക്ക് ഹെലികോപ്റ്ററുകളുടെ ചരിത്രം പറയാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്തത്. നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ അലിഗേറ്ററിനെ കുറിച്ചാണ്, K-52 അലിഗേറ്റർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അമേരിക്കയെ ഉപേക്ഷിച്ചിട്ട് നേരെ റഷ്യയിലേക്ക് ചെല്ലാം. അതായത് റഷ്യയിലും 50 തൊട്ട് തന്നെ ഹെലികോപ്റ്റർ ഒരു യുദ്ധോപകരണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് റഷ്യയിൽ അറ്റാക്ക് ഹെലികോപ്റ്ററുകളുടെ ഈ വിഭാഗത്തിന് തുടക്കം കുറിക്കുന്നത് മിൽ Mi-4 എന്ന് പറയുന്ന ഹെലികോപ്റ്ററാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി ഇന്ന് മിൽ Mi-24, മിൽ Mi-28 തുടങ്ങിയ അറ്റാക്ക് ഹെലികോപ്റ്റർ രംഗത്തെ
പല ഹെവി വെയിറ്റ് ചാമ്പ്യന്മാരും ഇന്ന് റഷ്യയുടെ ആയുധപുരയിലുണ്ട്. അപ്പോൾ നമുക്ക് KA-52 അലിഗേറ്ററിലേക്ക് വരാം. അപ്പോൾ ഈ KA-52 അലിഗേറ്റർ എന്ന് പറഞ്ഞാൽ ഇതൊരു സെപ്പറേറ്റ് ഹെലികോപ്റ്റർ അല്ല. ഇത് KA-50 ബ്ലാക്ക് ഷാർക്ക് എന്ന് പറയുന്ന ഹെലികോപ്റ്ററിന്റെ ഒരു വേരിയന്റ് ആണത്. അപ്പോൾ ഒരു വേരിയന്റിനെ കുറിച്ച് ഇത്ര പ്രത്യേകമായിട്ടൊരു വീഡിയോ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ KA വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഹെലികോപ്റ്ററാണ് KA-52 അലിഗേറ്റർ. അത് തന്നെയല്ല, നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു വേരിയന്റിനെ വെറുതെ അങ്ങ് അപ്ഗ്രേഡ് ചെയ്യുകയല്ലായിരുന്നു ചെയ്യുന്നത്. ബ്ലാക്ക് ഷാർക്കിനെ വളരെ എക്സ്റ്റെൻസീവായിട്ട് അപ്ഗ്രേഡേഷൻ നടത്തിയാണ് അലിഗേറ്ററാക്കി മാറ്റുന്നത്. അതായത് ബ്ലാക്ക് ഷാർക്കിലേക്ക് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഏവിയോണിക്സും റഡാർ സിസ്റ്റവും ലേസർ ഇന്റർഫെറോമെട്രി അങ്ങനെയുള്ള പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്ത് അതിനെ ഒരു വ്യത്യസ്തമായ ഒരു ഹെലികോപ്റ്ററാക്കി മാറ്റിയായിരുന്നു. അപ്പോൾ ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾ, അതായത് പുതിയ ഏവിയോണിക്സ്, അഡ്വാൻസ് ആയിട്ടുള്ള റഡാർ സിസ്റ്റം, അതായത് ടിൻ ആന്റിന ഉള്ള ഒരു വലിയ ഹൈ റെസൊല്യൂഷൻ മില്ലിമീറ്റർ വേവ് റഡാർ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കിന് ഇതിലൊരു പ്രശ്നം ഉണ്ടായി. അതായത് ഈ ബ്ലാക്ക് ഷാർക്ക് എന്ന് പറയുന്ന ഹെലികോപ്റ്റർ ഒരു സിംഗിൾ സീറ്റ് ഹെലികോപ്റ്ററാണ്. അതായത് വിമാനം പറത്താനും റഡാർ ഓപ്പറേറ്റ് ചെയ്യാനും വെടിവെക്കാനും എല്ലാം കൂടെ ഒരു പൈലറ്റ് മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ ഈ പുതിയ ഏവിയോണിക്സും റഡാറും ഒക്കെ വന്നതോടുകൂടി ഒരാൾക്ക് തന്നെ ഈ ഹെലികോപ്റ്റർ നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. അതുകൊണ്ട് ഇതിലേക്കൊരു ടിൻ കോക്പിറ്റ് കൊണ്ടുവരാൻ റഷ്യ തീരുമാനിച്ചു. അപ്പോൾ ടിൻ കോക്പിറ്റ് എന്ന് പറയുമ്പോഴത്തേന് റഷ്യ ഇക്കാര്യം ആലോചിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇസ്രായേൽ ബ്ലാക്ക് ഷാർക്കിൽ ഒരു ടിൻ കോക്പിറ്റ് ഘടിപ്പിച്ചിരുന്നു. അതായത് ടർക്കിയിൽ നടന്ന ഒരു ഹെലികോപ്റ്റർ ഡിസൈൻ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ ഈ ബ്ലാക്ക് ഷാർക്കിൽ ഒരു ടാൻഡം സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉള്ള ടിൻ സീറ്റ് കോക്പിറ്റ് പിടിപ്പിച്ചു. ടാൻഡം കോക്പിറ്റ് എന്ന് പറഞ്ഞാൽ പൈലറ്റിന്റെ പുറകിലായിട്ടാണ് ഗൺമാൻ അല്ലെങ്കിൽ റഡാർ ഓപ്പറേറ്റർ ഇരിക്കുന്നത്. അതായത് നമ്മുടെ അപ്പാച്ചയിലൊക്കെ ഉള്ള അറേഞ്ച്മെന്റ്. പക്ഷേ ഈ ബ്ലാക്ക് ഷാർക്കിന്റെ ഒറിജിനൽ ഡിസൈനേഴ്സ് ആയിട്ടുള്ള കമൗ ഡിസൈനേഴ്സ്, റഷ്യയിലെ കമൗ ഡിസൈനേഴ്സ് ഈ ഇസ്രായേലികളെ അതുവഴി അങ്ങോട്ട് ഫോളോ ചെയ്തില്ല. അവരൊരു വൈഡർ ആയിട്ടുള്ള കോക്പിറ്റാണ് ഇതിൽ അറ്റാച്ച് ചെയ്തത്. അതായത് പൈലറ്റും കോ പൈലറ്റ് അല്ലെങ്കിൽ റഡാർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഗണ്ണർ ഇരിക്കുന്നത് സൈഡ് ബൈ സൈഡ് ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇവർ തമ്മിലുള്ള കോർഡിനേഷൻ വർദ്ധിക്കുമെന്നും ഇവരുടെ ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി കൂടുമെന്നൊക്കെയാണ് റഷ്യക്കാർ പറയുന്നത്. അത് ഒരു പരിധി വരെ ചിലപ്പോൾ ശരിയായിരിക്കും. അതായത് നമ്മൾ കാറിലൊക്കെ ആണെങ്കിലും സൈഡ് ബൈ സൈഡ് ആയിട്ടിരുന്ന് പോകുമ്പോഴാണല്ലോ നമ്മുടെ ഈ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനും ഒക്കെ കൂടുന്നത്. പക്ഷേ നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ KA-52 അലിഗേറ്റർ AH-64 അപ്പാച്ചയേക്കാളും അഡ്വാൻസ് ആണോ, അതിലും കേപ്പബിൾ ആണോ എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ഈ KA-52 അലിഗേറ്ററിന്റെ ടെക്നിക്കൽ സൈഡ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ KA-52 അലിഗേറ്ററിൽ ക്ലിമോ VK-2500 എന്ന് പറയുന്ന ടർബോ ഷാഫ്റ്റ് എഞ്ചിനാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. 2 എഞ്ചിനുകൾ, ടിൻ എഞ്ചിൻ സെറ്റപ്പാണ് ഇതിലുള്ളത്. ഇതിന് ഏതാണ്ട് ഒരു 2400 SHP 2400 ഷാഫ്റ്റ് ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേനും KA-52 ഒരു വിമാനമല്ല, ഒരു ഹെലികോപ്റ്ററാണ്. അപ്പോൾ ഒരു ഹെലികോപ്റ്ററിനെ ഹെലികോപ്റ്ററാക്കി മാറ്റുന്നത് അതിൻ്റെ റോട്ടർ സിസ്റ്റമാണ്. അതായത് നമ്മൾ ഈ ഹെലികോപ്റ്ററിന്റെ മുകളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഉള്ളതുകൊണ്ടാണ് അതിനെ നമ്മൾ ഹെലികോപ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ KA-52 അലിഗേറ്റർ അല്ലെങ്കിൽ KA-50 ബ്ലാക്ക് ഷാർക്ക് ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കോ ആക്സിൽ കോൺട്രാ റൊട്ടേറ്റിംഗ് റോട്ടർ സിസ്റ്റമാണ്. കോ ആക്സിൽ കോൺട്രാ റൊട്ടേറ്റിംഗ് റോട്ടർ സിസ്റ്റം. അപ്പോൾ പറയുന്ന പോലെ സംഗതി അത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, വളരെ സിമ്പിളാണ്. അതായത് കോ ആക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലിഗേറ്ററിൽ സാധാരണ ഹെലികോപ്റ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2 റോട്ടറുകളാണുള്ളത്, 2 ഫാനുകൾ. അപ്പോൾ 2 ഫാനുകൾ എല്ലാ ഹെലികോപ്റ്ററിലും ഉണ്ട്. ഒന്ന് ടെയിൽ ഫാനും ഒന്ന് മെയിൻ ഫാനും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, 2 ഫാനുകൾ ഒന്നിനു മേൽ മറ്റൊന്നായിട്ട് ഇങ്ങനെ ഘടിപ്പിച്ചിരിക്കുകയാണ്. അതിനാണ് കോ ആക്സിൽ എന്ന് പറയുന്നത്. അത് ഒരേ ആക്സിലിൽ തന്നെ 2 ഫാനുകൾ. തീർന്നിട്ടില്ല, കോ ആക്സിൽ കഴിഞ്ഞ് പിന്നെ അടുത്തൊരു ടേം വരുന്നുണ്ട് കോൺട്രാ റൊട്ടേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാ റൊട്ടേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഫാനുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. ഒരു ഫാൻ കറങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മറ്റേ ഫാൻ കറങ്ങുന്നത്. ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ മറ്റേത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, അങ്ങനെയായിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റോട്ടർ സിസ്റ്റത്തിന് വളരെയധികം അഡ്വാൻറ്റേജുകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ഹെലികോപ്റ്ററിനെ വളരെ അജയിലാക്കി മാറ്റും. അതായത് വളരെ അജയിലായിട്ടുള്ള വളരെ മെനുവറായിട്ടുള്ള ഒരു ഹെലികോപ്റ്ററാണ് KA-52 അലിഗേറ്റർ. തീർന്നിട്ടില്ല, നമ്മുടെ അലിഗേറ്ററിന് സാധാരണ ഹെലികോപ്റ്ററിലുള്ള പോലെ ഈ ടെയിൽ റോട്ടർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടെയിൽ ഫാൻ എന്ന് പറയുന്ന സംഭവം ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ടെയിൽ റോട്ടർ ഇല്ലാതാകുന്നതോടുകൂടി ഹെലികോപ്റ്ററിന് വേറെ കുറേ അഡ്വാൻറ്റേജുകൾ ലഭിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 315 km/h, അതായത് 315 km/h ആണ്. അതുപോലെ തന്നെ നോർമൽ ക്രൂസിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 270 km/h ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈംബിംഗ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 m/s ആണ്. അപ്പോൾ ഈ ഫിഗറുകളെല്ലാം അപ്പാച്ചയായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കും, അപ്പാച്ചയുടെ സ്പെസിഫിക്കേഷനായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു പവർ ഫിഗേഴ്സ് ആണ് അപ്പാച്ചയും അലിഗേറ്ററും തമ്മിലുള്ളത്. അതായത് സ്പീഡിന്റെ കാര്യത്തിലൊക്കെ അപ്പാച്ചയേക്കാൾ അല്പം മുന്നിലാണ് അലിഗേറ്റർ. പക്ഷേ ക്ലൈംബിംഗ് റേറ്റ്, അലിഗേറ്ററിന്റെ ക്ലൈംബിംഗ് റേറ്റ് നമ്മൾ പറഞ്ഞാൽ 12 m/s ആണ്. പക്ഷേ അപ്പാച്ചയ്ക്ക് അത് 16 m/s ഉണ്ട്. കൂടാതെ അപ്പാച്ചയ്ക്ക് ഇതിനേക്കാൾ ഒരു 2000 അടി കൂടുതൽ ഉയരത്തിൽ പറക്കാൻ സാധിക്കും. അതായത് ഇതിന് 18,000 ഫീറ്റ് സംതിങ്ങിലാണ് ഇത് നമ്മുടെ അലിഗേറ്റർ പറക്കുന്നത്. അപ്പാച്ചയ്ക്ക് 20,000 ഫീറ്റോളം ഉയരത്തിൽ പറക്കാൻ സാധിക്കും. പക്ഷേ ഈ 2 സംഭവങ്ങളും അറ്റാക്ക് ഹെലികോപ്റ്ററാണ്. അറ്റാക്ക് ഹെലികോപ്റ്ററിന് എഞ്ചിന്റെ പവറിനേക്കാളും ആവശ്യമായി വരുന്ന 2 സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിന്റെ ആർമമെന്റ്, അതായത് എത്രമാത്രം ആയുധങ്ങൾ വഹിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം. രണ്ടാമത് ഇതിന്റെ സർവൈവബിലിറ്റി, ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെല്ലാം കേപ്പബിലിറ്റീസ് ആണ് ഇതിനുള്ളതെന്നുള്ള കാര്യം. ഈ 2 കാര്യങ്ങളാണ് അറ്റാക്ക് ഹെലികോപ്റ്ററിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ആ വിമാനത്തിന്റെ കാര്യമൊക്കെ ആണെങ്കിലാണ് ഈ എഞ്ചിനൊക്കെ വലിയ സംഭവമായിട്ട് വരുന്നത്. ആ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനേക്കാളും കൂടുതൽ നമുക്കറിയാം ഹെലികോപ്റ്ററിനെ ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററാക്കി മാറ്റാനുള്ള കാര്യം എന്ന് വെച്ചാൽ അതിന് താഴ്ന്ന് പറക്കാൻ സാധിക്കും. അതുപോലെ ഇതിന് വേണമെങ്കിൽ അന്തരീക്ഷത്തിൽ അനങ്ങാതെ
അനങ്ങാതെ നിൽക്കാൻ സാധിക്കും. അതായത് ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാൻ ഹെലികോപ്റ്ററിന് സാധിക്കും. പക്ഷേ ഒരു ഫൈറ്റർ ജെറ്റിന് അങ്ങനെ ചെയ്യാൻ വളരെ വിഷമമാണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് തന്നെ പറയാം. ഹാരിയർ ജെറ്റ് പോലുള്ള ചില വിമാനങ്ങൾക്ക് ചിലപ്പോൾ സാധിച്ചേക്കാം, എന്നാലും അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. പക്ഷേ ഹെലികോപ്റ്റർ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററിന് പവറിനേക്കാളും കൂടുതൽ ആവശ്യമായി വരുന്ന കാര്യങ്ങളെന്ന് ഒന്നാമത്തത് സർവൈവബിലിറ്റി, രണ്ടാമത് അതിൻ്റെ ആയുധങ്ങൾ, എത്രമാത്രം ആയുധങ്ങൾ വഹിക്കാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളിലുമാണ് അലിഗേറ്റർ അപ്പാച്ചയെ വളരെയധികം പിന്നിലാക്കുന്നത്. അത് നമുക്ക് ആയുധങ്ങളുടെ കാര്യത്തിലേക്കില്ല. അപ്പോൾ ഇതിൽ ആദ്യത്തെ ആയുധമായിട്ട് ഞാൻ എടുത്തു പറയുന്നത് ഒരു 30mm കാനനാണ്. ഷിപ്നൗ 2A42 എന്ന് പറയുന്ന 30mm കാനൻ. ഏതാണ്ട് 800 റൗണ്ട്സ് പെർ മിനിറ്റ് ഫയർ ചെയ്യാൻ പറ്റുന്ന ഈ കാനൻ നമ്മുടെ അലിഗേറ്ററിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഏതാണ്ട് തുല്യമായിട്ടുള്ള ഒരു 30mm M230 എന്ന് പറയുന്ന ഒരു കാനൻ അപ്പാച്ചയിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പാച്ചയിൽ നമ്മുടെ അലിഗേറ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അപ്പാച്ചയുടെ ചിൻ, അതായത് നോസിന് തൊട്ട് താഴെയായിട്ട് ചിൻ മൗണ്ടറായിട്ടാണ് ഇത് ഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പാച്ചയ്ക്ക് ഇതൊരു 270 ഡിഗ്രി കറക്കി എല്ലാ ഡയറക്ഷനിലേക്കും ഫയർ ചെയ്യാൻ സാധിക്കും. പക്ഷേ അലിഗേറ്ററിൻ്റെ കാര്യത്തിൽ ഈ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആണ്. അതായത് റൈറ്റ് സൈഡിലാണ് തോക്കിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നതിന് കാര്യം ഒരുപക്ഷെ ഈ അലിഗേറ്റർ എന്ന് പറയുന്ന ഹെലികോപ്റ്റർ, K-52 അലിഗേറ്റർ എന്ന് പറയുന്ന ഹെലികോപ്റ്റർ കൊണ്ട് റഷ്യ ഉദ്ദേശിക്കുന്നത് ഒരു ബാറ്റിൽ കോർഡിനേഷൻ ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഇതിൽ 2 ആന്റിനകളുള്ള ഒരു millimeter വേവ് റഡാർ സിസ്റ്റം ഇതിലുണ്ട്. അപ്പോൾ ഈ K-52 അലിഗേറ്ററിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ബാറ്റിൽ ഫീൽഡ് സർവേയിങ്, അതായത് ബാറ്റിൽ ഫീൽഡ് സർവേയിങ്ങും ടാർഗറ്റ് ഐഡന്റിഫിക്കേഷനും ഒക്കെയാണ്. അതായത് ഗ്രൂപ്പ് ബാറ്റിൽ കോർഡിനേഷൻ ആണ്. അത് റഷ്യ ഇന്നും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന അറ്റാക്ക് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ മിൽ Mi-24 എന്ന് പറയുന്ന അറ്റാക്ക് ഹെലികോപ്റ്ററാണ്. കൂടാതെ മിൽ Mi-28 ഹെലികോപ്റ്റർ ഉണ്ട്. ഇത് രണ്ടും വളരെ കേപ്പബിൾ ആയിട്ടുള്ള 2 അറ്റാക്ക് ഹെലികോപ്റ്റർ. ഇത് വളരെ അധികം എണ്ണം റഷ്യൻ എയർഫോഴ്സിലുണ്ട്. അപ്പോൾ ഈ Mi-24-28 ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ അറ്റാക്കിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ K അലിഗേറ്റർ റഷ്യ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേന് K-52 ഒരു കമാൻഡറും Mi-24 അല്ലെങ്കിൽ Mi-28 ഹെലികോപ്റ്ററുകൾ സോൾജേഴ്സ് ആയിട്ടുമാണ് റഷ്യ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്. അതുകൊണ്ടായിരിക്കും ഇതിൽ ഈ കാനൺ ആവശ്യം വന്നാൽ മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു സൈഡ് മൗണ്ടറായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്. അതിനെ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന മറ്റ് ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് K-52 അലിഗേറ്ററിനുള്ള ആയുധങ്ങൾ വഹിക്കാൻ പറ്റുന്ന ഒരു ഹെലികോപ്റ്റർ ലോകത്ത് വേറെയില്ല. വേറൊരു അറ്റാക്കിംഗ് ഹെലികോപ്റ്റർ ലോകത്തില്ലെന്ന് തന്നെ പറയാം. അതായത് ഏതാണ്ട് 3 ടണ്ണിലധികം വെയിറ്റ് ഇതിന് വഹിക്കാൻ സാധിക്കുക. 3 ടണ്ണുള്ള വെയിറ്റ് എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള ധാരാളം ആയുധങ്ങൾ ഇതിൽ വഹിക്കാൻ പറ്റും. അതായത് K-52 6 ഹാർഡ് പോയിന്റുകളാണുള്ളത്. ഈ സ്റ്റബിങ്സിലെല്ലാമായിട്ട് 6 ഹാർഡ് പോയിന്റുകളാണുള്ളത്. അതിൽ വിവിധ തരത്തിലുള്ള മിസൈലുകൾ, റോക്കറ്റുകൾ, ബോംബുകൾ, ഈ ഷാഫ് ആൻഡ് ഫ്ലയർ ഡിസ്പെൻസേഴ്സ്, എക്സ്റ്റേണൽ ഫ്യൂൽ ടാങ്കുകൾ, അങ്ങനെ പല കാര്യങ്ങളും ഘടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ K-52 അലിഗേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ കാനനല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. അത് 9K121 വിഖാർ എന്ന് പറയുന്ന മിസൈലാണ്. ഇതൊരു ഹൈലി കേപ്പബിൾ ആർമർ പിയേഴ്സിംഗ് മിസൈലാണ്. അതായത് എയർ ടു സർഫസ് അറ്റാക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൻറ്റി ടാങ്ക് മിസൈലാണിത്. ആൻറ്റി ടാങ്ക് മിസൈൽ എന്ന് പറഞ്ഞാൽ ഇതിനേതാണ്ട് 1000 mm, അതായത് 1 മീറ്റർ തിക്നെസ് ഉള്ള ആർമർ പ്ലേറ്റ് പോലും നിഷ്പ്രയാസം ഭേദിക്കാൻ സാധിക്കും. 1 മീറ്റർ തിക്നെസ് ഉള്ള ആർമർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമർ, അതായത് ERA പ്ലേറ്റുകളുടെ കാര്യമാണ് പറഞ്ഞത്. കൂടുതൽ വിശദമായി പറയുകയാണെങ്കിൽ 1.8 മാർക്ക് സ്പീഡിൽ പറക്കുന്ന ഈ മിസൈലുകൾ 10 മുതൽ 12 കിലോമീറ്റർ അകലെയുള്ള ടാർഗറ്റുകൾ പോലും ഭേദിക്കാൻ സാധിക്കും. അതായത് ആൻറ്റി ടാങ്ക് മിസൈലുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആർമർ പിയേഴ്സിംഗ് കേപ്പബിലിറ്റിയാണ് അതിൻ്റെ സ്ട്രെങ്ത് അളക്കാനുള്ള ഏറ്റവും പ്രധാന പാരാമീറ്റർ. ഈ വിക്കാർ മിസൈലിനെ കൂടാതെ 9M120 അറ്റാക്ക മിസൈൽ എന്ന് പറയുന്ന മറ്റൊരു ആൻറ്റി ടാങ്ക് മിസൈലും ഇതിലുണ്ട്. ഇതിനും ഏതാണ്ട് സമാനമായ ആർമർ പിയേഴ്സിംഗ് കേപ്പബിലിറ്റി ഉള്ളതാണ്. ഏതാണ്ട് 900 mm തിക്നെസ്സുള്ള ആർമറൊക്കെ ഇതിന് പിയേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ റേഞ്ച് വിക്കറിനെ അപേക്ഷിച്ച് കുറവാണ്. അതായത് 4 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ ഈ കാര്യം നമ്മൾ അപ്പാച്ചയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അപ്പാച്ചയിലെ പ്രധാന മിസൈൽ എന്ന് പറഞ്ഞാൽ AGM-114 ഹെൽഫയർ മിസൈലാണ്. ഹെൽഫയർ മിസൈലിന് ഏതാണ്ട് 8 കിലോമീറ്ററാണ് അതിൻ്റെ മാക്സിമം റേഞ്ച്. അതുപോലെ തന്നെ ഇതിൻ്റെ ആർമർ പിയേഴ്സിംഗ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 600 mm ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡും ഈ റഷ്യൻ മിസൈലുകളെ അപേക്ഷിച്ച് കുറവാണ്. അതിൻ്റെ 1.2 മാർക്ക് സ്പീഡ്, 1.2 to 1.4 മാർക്ക് സ്പീഡിലാണ് ഹെൽഫയർ പറക്കുന്നത്. ഇതുകൂടാതെ ഇവയിൽ നിന്നും KH-25 പോലുള്ള KH സീരീസിൽ പെടുന്ന ആക്റ്റീവ് ലേസർ ഗൈഡഡ് മിസൈലുകളും ഫയർ ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റായുധങ്ങൾ എന്ന് പറഞ്ഞാൽ റോക്കറ്റുകളാണ്, റോക്കറ്റ് പോഡുകൾ, അതായത് S8, S13 തുടങ്ങിയ റഷ്യൻ റോക്കറ്റുകൾ. അപ്പോൾ ഈ റോക്കറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ അപ്പാച്ചയ്ക്ക് ഒരു ശകലം അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അതായത് അപ്പാച്ചയിലുള്ള ഹൈഡ്ര റോക്കറ്റുകൾ ഈ S8നേക്കാളും S13നേക്കാളും ഒക്കെ കുറച്ചുകൂടെ റേഞ്ച് കൂടുതലുള്ള, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. കൂടാതെ ഇതിൽ നിന്ന് വിവിധ തരത്തിലുള്ള ബോംബുകൾ ഘടിപ്പിക്കാൻ സാധിക്കും. അതായത് ഏതാണ്ട് 1 ടണ്ണോളം ബോംബ് നമ്മുടെ അലിഗേറ്ററിന് ക്യാരി ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഒട്ടുകത്തർ വെപ്പൺ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ അലിഗേറ്റർ അപ്പാച്ചയേക്കാളും വളരെ അഡ്വാൻസ്ഡ് ആണ്, വളരെ മുന്നിലാണ്. ഇനി നമുക്ക് സർവൈവബിലിറ്റിയിലേക്ക് വരാം. അപ്പോൾ സർവൈവബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഇതിൽ വളരെയധികം അത്യാധുനികമായിട്ടുള്ള ഡിഫൻസ് സിസ്റ്റങ്ങളുണ്ട്. അതായത് ലേസർ ജാമറുകൾ, ലേസർ ഇൻ്റർഫെറോമീറ്ററുകൾ, വെപ്പൺ ഡിറ്റക്റ്റിംഗ് സിസ്റ്റങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ വളരെ കേപ്പബിൾ ആയിട്ടുള്ള റഡാർ സിസ്റ്റം, പിന്നെ ഫ്ലെയർ ആൻഡ് ഷാർപ്പ് ഡിസ്പെൻസേഴ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വളരെയധികം അഡ്വാൻസ് ആയിട്ടുള്ള ഡിഫൻസ് ടെക്നിക്സ് നമ്മുടെ അലിഗേറ്ററിൻ്റെ പക്കലുണ്ട്. കൂടാതെ ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞു ഇതിൻ്റെ കോയാക്സിയൽ കോൺട്രാ റൊട്ടേറ്റിംഗ് റോട്ടർ സിസ്റ്റം.
അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞു ഈ ഹെലികോപ്റ്ററിന് പറക്കാൻ ടെയിൽ റോട്ടറിൻ്റെ ആവശ്യമാണ്. ടെയിൽ റോട്ടർ ഒരു ഹെലികോപ്റ്ററിന് മാറ്റുമ്പോഴത്തേന് അതിന് ഒരു വലിയ അഡ്വാൻറ്റേജ് കിട്ടും. അതായത് ഈ ഹെലികോപ്റ്റർ എന്ന് പറയുന്ന സംഭവത്തിനെ വായുവിൽ നേരെ നിർത്തുന്നത് ഈ ടെയിൽ റോട്ടറാണ്. അതായത് മുന്നോട്ട് അതിനുള്ള പോകാനുള്ള ത്രസ്റ്റ് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ബാലൻസ് ചെയ്യുന്നത്. അതായത് ഈ ടെയിൽ റോട്ടർ ഇല്ലെങ്കിൽ ഈ ഹെലികോപ്റ്റർ മെയിൻ റോട്ടർ സ്പിൻ ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ സ്പിൻ ചെയ്ത് ഇത് തകർന്നു വീഴും. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഈ ഹെലികോപ്റ്ററുകളെ ഗ്രൗണ്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം ആദ്യം ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ ടെയിലിനെയാണ്. അപ്പോൾ അലിഗേറ്ററിന് ടെയിൽ റോട്ടർ ഇല്ല. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടെയിൽ ഭാഗം ഏതാണ്ട് പൂർണ്ണമായും തകർന്നു പോയാലും അലിഗേറ്ററിന് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തുടർന്നുകൊണ്ടിരിക്കാൻ സാധിക്കും. അതായത് ഇതിൻ്റെ ടെയിൽ കംപ്ലീറ്റ് ആയിട്ട് ആരെങ്കിലും വെടിവെച്ച് കളഞ്ഞാലും യാതൊരു കുലുക്കവും ഇല്ലാതെ അതിന് അറ്റാക്ക് തുടർന്നുകൊണ്ടേയിരിക്കാൻ സാധിക്കും. അത് തന്നെയുമല്ല, ഈ ടെയിൽ റോട്ടറാണ് ഒരു ഹെലികോപ്റ്ററിൽ ഏറ്റവും അധികം നോയ്സ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അപ്പാച്ചയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ടെയിൽ റോട്ടറിൻ്റെ സൗണ്ട് നോയ്സ് ക്യാൻസലേഷൻ നടത്താൻ വേണ്ടി വളരെയധികം അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജികളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് ഇതിൻ്റെ റോട്ടർ സൗണ്ടൊക്കെ പരസ്പരം ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ വേവ് ക്യാൻസലേഷൻ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചാണ് അപ്പാച്ചയിൽ ഈ കാര്യം മാനേജ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ടെയിൽ റോട്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ സൗണ്ടിൻ്റെ പ്രോബ്ലം വല്ലാതെ കുറയ്ക്കാൻ സാധിക്കും. അത് തന്നെയല്ല, ഒരു ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി കൂട്ടുക എന്നുള്ളത്. അതായത് ഈ അറ്റാക്ക് ഹെലികോപ്റ്ററിലെ ഏറ്റവും പ്രധാന ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ നൈറ്റ് അറ്റാക്കാണ്. അതായത് അപ്പാച്ചയുടെ ഏറ്റവും വലിയ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് രാത്രിയിൽ ശത്രുപാളയങ്ങളിൽ ആക്രമണം നടത്താനുള്ള, ആരും അറിയാതെ എന്ന് ആക്രമണം നടത്താനുള്ള ഒരു കേപ്പബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ അലിഗേറ്ററും നൈറ്റ് അറ്റാക്കിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഹെലികോപ്റ്ററാണ്. അതിനെ സജ്ജമാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ റോട്ടർ സിസ്റ്റമാണ്. തീർന്നിട്ടില്ല, നമ്മുടെ അലിഗേറ്ററിൻ്റെ അണ്ടർ ബെല്ലി ഹെവിലി പ്രൊട്ടക്റ്റഡ് ആണ്. ഹെവിലി ടൈറ്റാനിയം ബേസ്ഡ് ആയിട്ടുള്ള ആർമർ പ്ലേറ്റുകൾ ഉപയോഗിച്ച് അണ്ടർ ബെല്ലി ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ട് അറ്റാക്കിൻ്റെ ഭാഗമായി വരുന്ന ഒരുമാതിരിപ്പെട്ട പ്രൊജക്ടൈലുകളൊക്കെ ഇതിന് ഈ ബെല്ലി ഉപയോഗിച്ച് തടുക്കാൻ സാധിക്കും. അതായത് ഒരു 23 mm റൗണ്ട് ഉപയോഗിച്ചുള്ള ഡയറക്റ്റ് ഹിറ്റ് നിസ്സാരമായിട്ട് അലിഗേറ്ററിന് തടയാൻ സാധിക്കുക. അതായത് ഒരു കണ്ണാടിയിൽ എങ്ങനെയാണോ പ്രകാശം വന്നിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്, അതുപോലെ ഈ 23 mm റൗണ്ടൊക്കെ ഇതിൻ്റെ ബെല്ലിയിൽ ഒന്ന് അടിച്ചിട്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്തു പോകും. അതുപോലെ തന്നെ അലിഗേറ്ററിന് ശത്രുക്കൾ അതിന് നേരെ തൊടുത്തുവിടുന്ന ഹീറ്റ് സീക്കിംഗ് മിസൈലുകളെയും ലേസർ ഗൈഡഡ് മിസൈലുകളെയും ഒക്കെ വഴിതിരിച്ചു വിടുവാൻ സാധിക്കും. അതായത് സ്വന്തം ഹീറ്റ് സിഗ്നേച്ചേഴ്സും ലേസർ സിഗ്നേച്ചേഴ്സും ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പല ആധുനിക ഉപകരണങ്ങളും അലിഗേറ്ററിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ സർവൈവബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇതിലെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് വേറൊരു ഹെലികോപ്റ്ററിന് സ്വന്തമായിട്ടില്ലാത്ത ഒരു ഫീച്ചർ അലിഗേറ്ററിനുണ്ട്. അതായത് ഇതിൻ്റെ റെസ്ക്യൂ ഇജക്ഷൻ സിസ്റ്റമാണ്. റെസ്ക്യൂ ഇജക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിമാനങ്ങളൊക്കെ അപകടത്തിൽപ്പെടുമ്പോൾ അതിൻ്റെ പൈലറ്റ് ഇജക്ട് ചെയ്ത് രക്ഷപ്പെടുന്ന പോലെ നമ്മുടെ ഈ K-52 അലിഗേറ്ററിൽ നിന്നും പൈലറ്റുകളെ ഇജക്ട് ചെയ്ത് രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇതൊരു ഹെലികോപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ കാര്യമാണ്. അത്ഭുതകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം പറയുന്നുണ്ടായിരിക്കും വിമാനത്തിൽ നിന്നൊക്കെ നിസ്സാരമായിട്ട് ആൾക്കാർ ഇജക്ട് ചെയ്ത് രക്ഷപ്പെടുന്നില്ലേ, അപ്പോൾ ഇതിലെന്താണ് അത്ഭുതം ഇരിക്കുന്നത് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ വിമാനത്തിൽ നിന്നും ഒരു പൈലറ്റ് ഇജക്ട് ചെയ്യുന്ന പോലെയല്ല ഹെലികോപ്റ്ററിൽ നിന്നും ഇജക്ട് ചെയ്യുന്നത്. അതായത് ഹെലികോപ്റ്ററിൻ്റെ മുകളിൽ ഒരു വലിയ റോട്ടർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഒരു ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അലിഗേറ്ററിൻ്റെ കേസിലാണ് 2 വലിയ ഫാനുകളാണ് കറങ്ങി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടപെടി നമ്മൾ ഈ പൈലറ്റിനെ ഇജക്ട് ചെയ്യുകയാണെങ്കിൽ താഴെ വരുന്നത് പൈലറ്റ് ആയിരിക്കത്തില്ല, പൈലറ്റിൻ്റെ പീസുകൾ, പൈലറ്റ് ചോപ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ അലിഗേറ്ററിൽ ഇതെങ്ങനെയാണ് സാധ്യമാക്കിയെന്ന് വെച്ചാൽ ഈ പൈലറ്റ് ഇജക്ട് ചെയ്യുന്നതിന് കൂടെ തന്നെ, അല്ലെങ്കിൽ പൈലറ്റ് ഇജക്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ അലിഗേറ്ററിൻ്റെ റോട്ടർ ബ്ലേഡുകളെല്ലാം ഡിറ്റാച്ച് ചെയ്ത് താഴേക്ക് വീഴും. അങ്ങനെ നമ്മുടെ ഈ പൈലറ്റുകൾക്ക് വളരെ സേഫ് ആയിട്ട് ഇതിൽ നിന്ന് ഇജക്ട് ചെയ്യാൻ സാധിക്കും. ഇത് തീർച്ചയായും വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പക്ഷേ ലോകത്തുള്ള വേറൊരു അറ്റാക്കിംഗ് ഹെലികോപ്റ്ററിലും ഈ സിസ്റ്റം ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അതിൻ്റെ രഹസ്യം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേന് അലിഗേറ്റർ അപ്പാച്ചേക്കാളും വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. അത് തന്നെയുമല്ല, ഇത്രയെല്ലാം അഡ്വാൻസ് ആയിട്ട് പോലും പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം അപ്പാച്ചയുടെ പകുതി കോസ്റ്റ് മാത്രമേ ഒരു അലിഗേറ്റർ നിർമ്മിക്കാൻ ആവശ്യമുള്ളൂ. അതായത് ഒരു അപ്പാച്ചയുടെ നിർമ്മാണത്തിനായിട്ട് $36 million ആവശ്യമായിട്ട് വരും. പക്ഷേ അലിഗേറ്ററിൻ്റെ നിർമ്മാണ തുക എന്ന് പറഞ്ഞാൽ അതിന് $16 മുതൽ $20 million വരെയാണ് അലിഗേറ്ററിൻ്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതും ഒരു വലിയ സംഖ്യയാണ്. പക്ഷേ അപ്പാച്ചയെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ ഏതാണ്ട് പകുതി കോസ്റ്റ് മാത്രമേ ഉള്ളൂ ഒരു അലിഗേറ്റർ നിർമ്മിക്കാൻ ആവശ്യമുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേന് ഓൺ പേപ്പർ, അതായത് നമ്മൾ സ്പെസിഫിക്കേഷൻ ഷീറ്റ് പരിശോധിക്കുമ്പോഴത്തേന് അലിഗേറ്റർ അപ്പാച്ചയുടെ എല്ലാ വേരിയൻറ്റുകളും ഏറ്റവും ലേറ്റസ്റ്റ് വേരിയൻറ്റിനേക്കാളും വളരെ അഡ്വാൻസ് ആണ്. എന്നിരുന്നാൽ ഈ അലിഗേറ്ററിനെ അപ്പാച്ചയെ നമ്മൾ കമ്പയർ ചെയ്യുന്ന അത്ര ശരിയായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ സ്പെസിഫിക്കേഷൻ പരിശോധിക്കുമ്പോഴത്തേക്കിന് അലിഗേറ്റർ അപ്പാച്ചയേക്കാളും വളരെയധികം മുന്നിലാണ്. പക്ഷേ അത് ഓൺ പേപ്പറായിട്ട് ഒതുങ്ങും, അതായത് ആ സ്പെസിഫിക്കേഷൻ ഷീറ്റിലായിട്ട് ഒതുങ്ങും. എന്തുകൊണ്ടെന്നാൽ അലിഗേറ്റർ എടുത്തു പറയത്തക്ക രീതിയിലുള്ള യുദ്ധങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല. അതായത് ചെച്നിയൻ വാർ അല്ലെങ്കിൽ സിറിയയിൽ അങ്ങനെ ചുരുക്കം ചില ഓപ്പറേഷനുകൾ വളരെ നാമമാത്രമായ പാർട്ടിസിപ്പേഷൻ മാത്രമാണ് അലിഗേറ്റർ ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ ആകെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അലിഗേറ്ററുകളുടെ എണ്ണം നോക്കിയാൽ തന്നെ K-52 അലിഗേറ്റർ 150ഓളം എണ്ണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ ഏതാണ്ട് 30ഓളം എണ്ണം ഈജിപ്ഷ്യൻ എയർഫോഴ്സിൻ്റെ കയ്യിലാണ്, ബാക്കിയുള്ളത് റഷ്യയിലുമാണ്.
പക്ഷേ അപ്പാച്ചയുടെ കാര്യം അങ്ങനെയല്ല. അപ്പാച്ചെ ഏതാണ്ട് നൂറ്റാണ്ടായിട്ട് ഈ ഭൂമിയിലുണ്ട്. ഏതാണ്ട് നൂറ്റാണ്ടായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പല യുദ്ധങ്ങളിലും അപ്പാച്ചെ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു ഹെലികോപ്റ്ററാണ്. അതുപോലെ തന്നെ ഇന്ത്യ അടക്കമുള്ള പല വലിയ എയർഫോഴ്സുകളുടെയും ഭാഗമായി അത് അവിഭാജ്യ ഘടകമായിട്ട് അപ്പാച്ചെ ഇന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതായത് ഇതിനോടകം ഏതാണ്ട് 2000-ലധികം അപ്പാച്ചകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അപ്പാച്ചയുടെ വിവിധ വിവിധ വേർഷനുകൾ, അതായത് ഇറ്റാലിയൻ വേർഷൻ, അതുപോലെ ടർക്കിഷ് വേർഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വേർഷനുകൾ. ഇറ്റാലിയൻ വേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അപ്പാച്ചെ, അതുപോലെ തന്നെ ടർക്കിയിലുള്ള പല അറ്റാക്ക് ഹെലികോപ്റ്ററുകളുടെയും ബേസ് ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററിൻ്റെ ഡിസൈനിലാണ്. അങ്ങനെ അതിൻ്റെ കേപ്പബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് തെളിയിച്ചുള്ളൊരു വാർ മെഷീനാണ് അപ്പാച്ചെ. പക്ഷേ അലിഗേറ്റർ അങ്ങനെയാണ്. അലിഗേറ്റർ ഇനിയും റിയൽ വേൾഡിൽ അതിൻ്റെ കേപ്പബിലിറ്റി കൂടുതലായിട്ട് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ, ഇതിലും രസകരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.